നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തുഷാര വധക്കേസിൽ വിധി ഇന്ന്. ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് കൊലപ്പെടുത്തിയത് പട്ടിണിക്കിട്ട്. കൊടും ക്രൂര കൊലപാതകം സ്ത്രീധനത്തിന്റെ പേരിൽ. അട്ടപ്പാടിയിൽ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. വനമേഖലയിൽ പരിക്ക് പറ്റിയ ആന ചരിഞ്ഞത് അതീവ ഗുരുതരാവസ്ഥയിലായതിനെ തുടർന്ന്. തലസ്ഥാനത്ത് നഗരമധ്യത്തിൽ കഞ്ചാവ് ചെടി കണ്ടെത്തിയത് നാലാഞ്ചിറയിൽ റോഡ് വക്കിൽ. മാലിന്യ കൂമ്പാരത്തിൽ ഓങ്ങല്ലൂർ. കൂട്ടിയിടുന്നത് ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ. പകർച്ചവ്യാധികൾ പടരുന്ന ഭീതിയിൽ പഞ്ചായത്ത്. വിശദമായ വാർത്തയിലേക്ക്. കൊല്ലം ഓയൂരിൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അമ്മയായ തുഷാരയെ ഭർത്താവും ഭർത്തൃമാതാവും ചേർന്ന് പട്ടിണിക്കിട്ട് കൊലപ്പെടുത്തിയ കേസിൽ വിധി ഇന്ന് 3 മണിക്ക്. തുഷാരയുടേത് ആസൂത്രിതമായ കൊലപാതകമെന്നും സമൂഹത്തിന് സന്ദേശം നൽകുന്നതാകണം വിധിയെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. സ്ത്രീധനത്തിന്റെ പേരിലാണ് കൊലപാതകം നടത്തിയതെന്ന് കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു. കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് എസ് സുഭാഷാണ് ശിക്ഷ വിധിക്കുക. പൂയപ്പള്ളി ചരുവിള വീട്ടിൽ ലാലി, മകൻ ചന്തുലാൽ എന്നിവരാണ് പ്രതികൾ. പാലക്കാട് അട്ടപ്പാടി വനമേഖലയിൽ പരിക്കുകളോടെ കണ്ടെത്തിയ കാട്ടാന ചരിഞ്ഞു. ഇന്ന് രാവിലെയാണ് കൊമ്പനെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. പുലർച്ചെ മുതൽ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അട്ടപ്പാടി കീരിപ്പാറ മേഖലയിൽ കാട്ടാനയെ അവശനിലയിൽ കണ്ടെത്തിയത്. ദേഹമാസകലം പരിക്കേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാണെന്ന് വെറ്റിനറി സർജൻമാർ അറിയിച്ചിരുന്നു. മറ്റു കൊമ്പന്മാരോടൊപ്പം ഏറ്റുമുട്ടുന്നതിനിടെയാണ് ആനയ്ക്ക് പരുക്കേറ്റത്. വെറ്റിനറി സർജൻമാർ എത്തി പരിശോധന നടത്തിയെങ്കിലും ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്ന് മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നൽകാൻ സാധിച്ചിരുന്നില്ല. ഇന്ന് പുലർച്ചെ മുതൽ ആനയുടെ സ്ഥിതി വീണ്ടും അതീവ ഗുരുതരമായിരുന്നു. പുലർച്ചെ കാട്ടാന എഴുന്നേൽക്കാൻ കഴിയാതെ പൂർണ്ണമായും നിലത്ത് വീണുകിടന്നു. പിന്നീടാണ് കൊമ്പൻ ചെരിഞ്ഞ വിവരം അധികൃതർ സ്ഥിരീകരിച്ചത്. ന്യൂസ് 18 പാലക്കാട്. തിരുവനന്തപുരം നാലാഞ്ചിറയിൽ റോഡ് വക്കിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. BSNL ഓഫീസിന് സമീപമാണ് കഞ്ചാവ് ചെടി ഉണ്ടായിരുന്നത്. നാട്ടുകാരും എക്സൈസ് സംഘവും നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടി അധികൃതർ നശിപ്പിച്ചു. പാലക്കാട് ഓങ്ങല്ലൂരിനെ ഗുരുതര ആരോഗ്യ പ്രതിസന്ധിയിലാക്കി വീണ്ടും മാലിന്യം കുന്നുകൂടുന്നു. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് വാടാനംകുറിശ്ശിയിൽ വൻതോതിൽ കൂട്ടിയിടുന്നത്. പകർച്ചവ്യാധികൾ പിടിപെടുമ്പോഴാണ് അധികൃതരുടെ ഈ അലംഭാവം. ഒറ്റ മാസം മുൻപാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത്. മാർച്ച് അവസാനം മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച പാലക്കാട് ഓങ്ങല്ലൂർ പഞ്ചായത്തിൽ നിന്നുള്ള കാഴ്ചയാണിത്. മാലിന്യ സംസ്കരണം എന്ന പേരിൽ ജനങ്ങളിൽ നിന്നും പണം ഈടാക്കി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. ഒരു നാടിനെയാകെ ആരോഗ്യ ഭീഷണിയിലാക്കി വാടാനംകുറിശ്ശിയിലെ തെങ്ങും തോപ്പിലാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. ചാക്കിലും കവറുകളിലുമായി ലോഡ് കണക്കിന് മാലിന്യമാണ് ദിനപ്രതി തള്ളുന്നത്. മഴ പെയ്താൽ മാലിന്യത്തിൽ നിന്നുള്ള മലിനജലം ജനവാസ മേഖലയിലെ ജലസ്രോതസ്സുകളിലാണ് കലരുന്നത്. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ 22ഓളം വാർഡുകളുടെ വേസ്റ്റുകളും പ്ലാസ്റ്റിക് മാലിന്യം എന്ന് പറയാൻ പറ്റില്ല, എല്ലാ കണ്ടാമാനങ്ങളും എല്ലാം ഇവിടെ ഒന്ന് കൂട്ടിക്കൊണ്ട് നമ്മുടെ പരിസരവാസികൾക്ക് കൂടുതൽ ദോഷം വന്നിരിക്കുകയാണ്. ഈ പരിസരവാസികൾക്ക് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പല രോഗങ്ങളും പടർന്നു പിടിക്കാനുള്ള സാധ്യത ഉണ്ടാവും. സാധാരണ പതിവാണ്. തെരുവുനായ്ക്കൾ മാലിന്യം കടിച്ച് റോഡിലും വീടുകളിലും കൊണ്ടിടുന്നത് പതിവാണ്. രൂക്ഷമായിട്ട് നമുക്ക് ഇതൊരു ശല്യമായിട്ട് മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് ഭരണകൂടത്തിന്റെ പേരില്ല പോരായ്മ തന്നെയാണ് ഇപ്പോൾ ഇത് പറയാനുള്ളത്. നായ്ക്കളും അതുപോലെ മറ്റു പന്നികൾ എന്നുള്ള വേണ്ട മറ്റ് എല്ലാ വന്ന് ഇത് കുത്തി തുറന്ന് ഇതിൻ്റെ അവശിഷ്ടങ്ങൾ പുറത്തു കൊണ്ടുപോയി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. മഞ്ഞപ്പിത്തവും ഡെങ്കിപ്പനിയും ഉൾപ്പെടെ പല പകർച്ചവ്യാധികളും പടരുന്ന സാഹചര്യത്തിലാണ് അനധികൃതരുടെ ഈ അനാസ്ഥ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇത്തരത്തിൽ മാലിന്യം കുന്നുകൂട്ടിയിട്ടതിനെതിരെ വലിയ പ്രതിഷേധമുയർന്നിരുന്നു. പിന്നീട് ദ്രുതഗതിയിൽ മാലിന്യം നീക്കം ചെയ്തു. എന്നാൽ പ്രതിഷേധം തണുക്കുമ്പോൾ വീണ്ടും പഴയപടിയാകും. മാലിന്യമുക്ത പ്രഖ്യാപനങ്ങൾ പ്രഹസനമാണെന്നതിന്റെ നേർക്കാഴ്ച കൂടിയാണിത്. ന്യൂസ് 18 ഓങ്ങല്ലൂർ.
കാസർഗോഡ് മഞ്ചേശ്വരം ബാക്രബൈലിൽ യുവാവിന് വെടിയേറ്റ സംഭവം പന്നിക്ക് വെച്ച കെണിയിലെന്ന് സ്ഥിരീകരണം. ബാക്രബൈൽ സ്വദേശി സവാദിനാണ് വെടിയേറ്റത്. ഗുരുതരമായി പരിക്കേറ്റ സവാദ് മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ബാക്രബൈലിൽ ഇന്നലെ രാത്രി 8:30യോടെയാണ് സംഭവം. ബൈക്കിൽ യാത്ര ചെയ്യവേ കുറ്റിക്കാട്ടിനുള്ളിൽ വെളിച്ചം കണ്ടതിനെ തുടർന്ന് സവാദ് വാഹനം നിർത്തി അന്വേഷിക്കുമ്പോഴാണ് വെടിയേറ്റത്. തുടയിൽ പരിക്കേറ്റ സവാദിനെ മംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രദേശത്ത് നേരത്തെ നിരവധി ക്രിമിനൽ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമാണോ എന്നതായിരുന്നു ആദ്യ നിഗമനം. പിന്നീട് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി വിശദമായി പരിശോധിച്ചപ്പോഴാണ് പന്നിക്ക് വെച്ച കെണിയിൽ നിന്നാണ് വെടിയേറ്റതെന്ന് സ്ഥിരീകരിച്ചത്. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു. കെണി ആരാണ് സ്ഥാപിച്ചതെന്നത് കണ്ടെത്താനായിട്ടില്ല. ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കോട്ടയം തൃക്കൊടിത്താനത്ത് യുവതിയെ വീടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അഴകത്തുപടി കണ്ണമ്പള്ളി വീട്ടിൽ മല്ലികയാണ് വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ്. ഇന്ന് പുലർച്ചെ വാർഡ് മെമ്പറെ വിളിച്ച് മല്ലിക ആത്മഹത്യ ചെയ്തതായി ഭർത്താവ് അനീഷ് അറിയിക്കുകയായിരുന്നു. മെമ്പർ പോലീസിനെ വിവരമറിയിച്ചു. രാത്രി ഒരുമിച്ചിരുന്ന് മദ്യപിച്ച ശേഷം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി അനീഷ് പറയുന്നു. ഒരു ഫോൺ കോൾ വന്നതിനെ തുടർന്നാണ് പ്രശ്നമുണ്ടായത്. തർക്കം രൂക്ഷമായപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് മല്ലിക പറഞ്ഞിരുന്നു. പിന്നീട് താൻ ഉറങ്ങിപ്പോയി എന്നും അനീഷ് പോലീസിനോട് പറഞ്ഞു. മദ്യപിച്ചതിൻ്റെ ഒരു ഇതായി കൊണ്ടായിരിക്കാം, നമുക്ക് തോന്നി പെട്ടെന്ന് അങ്ങോട്ട് സംഭവിച്ചാണെന്നുള്ളതുകൊണ്ട് ഞാൻ അന്നേരം തന്നെ ഒരു ആംബുലൻസും വിളിച്ചു, പോലീസ് സ്റ്റേഷൻ വിളിച്ചറിയിച്ചു. അപ്പോൾ 2 കൂട്ടരും വന്നു. ഞങ്ങൾ ഓടി എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ശരീരം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അന്നേരം സംഭവിച്ച പോലെയല്ല, കുറേ നേരത്തെ സംഭവിച്ച പോലെ രക്തമെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പിടിച്ചിരുന്നു. അപ്പോൾ കുറേ നേരം ശരീരത്തിൻ്റെ ഒക്കെ ഒരു സ്റ്റൈലും ഇത് മാറി രക്തം നന്നായിട്ട് കട്ട പിടിച്ചു ഉണങ്ങി വരുന്ന പരുവത്തിലാണ്. അനീഷിന്റെ മൊഴി പൂർണ്ണമായും വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇരുവരും ഒരുമിച്ചായിരുന്നു സ്ഥിരം മദ്യപാനം. ഇവർ തമ്മിൽ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. മദ്യപിച്ച ശേഷം അനീഷ് ഉപദ്രവിക്കാറുണ്ടെന്ന് മല്ലിക തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. ന്യൂസ് 18 കോട്ടയം. കോഴിക്കോട് കൊടുവള്ളിയിൽ വിവാഹ സംഘത്തിന് നേരെ പടക്കമെറിഞ്ഞ സംഭവത്തിൽ ആടി ഷമീറും സംഘവും കൊട്ടേഷനായി പോവുകയായിരുന്നുവെന്ന് പോലീസ്. കൊട്ടേഷൻ ലഭിച്ച വാഹനത്തെ പിന്തുടർന്നു പോകുന്നതിനിടെയാണ് വിവാഹ സംഘത്തിന്റെ വാഹനം ഗതാഗതക്കുരുക്ക് സൃഷ്ടിച്ചത്. തുടർന്ന് പിന്തുടർന്ന വാഹനം നഷ്ടമായതിൽ പ്രകോപിതരായ പ്രതികൾ ബസ് ജീവനക്കാരെ ആക്രമിക്കുകയായിരുന്നു. വയനാട് സ്വദേശിക്കെതിരെയായിരുന്നു കൊട്ടേഷനെന്നാണ് പോലീസ് നിഗമനം. വാഹനത്തിൽ തോക്കും വടിവാളും പന്നിപ്പടക്കവും ഉണ്ടായിരുന്നെന്നും പോലീസ് പിന്തുടർന്നതിനെ തുടർന്ന് പ്രദേശത്ത് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. കേരളത്തിന്റെ വികസന ഭൂപടത്തിൽ അടയാളമാവുകയാണ് പുതുക്കിയ ദേശീയപാത 66. മുൻപ് ഈ ദേശീയപാതയിലെ ഏറ്റവും അപകടകരമായി കണക്കാക്കിയിരുന്ന ഒരിടമാണ് മലപ്പുറം ജില്ലയിലെ വട്ടപ്പാറ വളവ്. ഇന്ന് ഈ അപകട മേഖല ഒഴിവാക്കി കൃഷിയിടങ്ങൾക്കും തോടുകൾക്കും മുകളിലൂടെ ആകാശപാലത്തിലൂടെയാണ് ദേശീയപാത കടന്നുപോകുന്നത്. മാറുന്ന കേരളത്തിന്റെ നല്ലൊരു ഉദാഹരണം കൂടിയാണ് ഈ ആകാശപാലം. ദേശീയപാത 66-ൽ ബർമുഡ ട്രയാങ്കിൾ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലമാണ് വളാഞ്ചേരി വട്ടപ്പാറ വളവ്. ഇത്രയും കാലത്തിനിടയ്ക്ക് എണ്ണമറ്റ വാഹനങ്ങൾ ഇവിടെ അപകടത്തിൽപ്പെട്ടു. എണ്ണമറ്റ ജീവനുകൾ പൊലിഞ്ഞു. ശാശ്വത പരിഹാരം വട്ടപ്പാറ വളവ് ഒഴിവാക്കി മറ്റൊരു പാത നിർമ്മിക്കുകയായിരുന്നു. ദേശീയപാത വികസനത്തിൽ അതുകൊണ്ട് തന്നെ വട്ടപ്പാറയിലെ ബൈപ്പാസിന് ഏറെ പ്രാധാന്യമുണ്ട്. 4.18 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് വട്ടപ്പാറ ബൈപ്പാസിന്. അതിൽ തന്നെ 2 കിലോമീറ്റർ ദൂരം പാടങ്ങൾക്കും വയലുകൾക്കും മുകളിലൂടെ വയഡക്റ്റ് ബൈപ്പാസായി. മാറിയ ദേശീയപാത വികസനത്തിൽ കേരളത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന വികസനത്തിൻ്റെ തന്നെ അടയാളമായി എടുത്തു കാണിക്കാവുന്ന ഇടമാണ് വട്ടപ്പാറയിലെ വയഡക്റ്റ് ബൈപ്പാസ്. രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ വട്ടപ്പാറ വളവിൽ അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ എണ്ണവും അതിൽ പൊലിഞ്ഞ ജീവിതങ്ങളും ഒരിക്കലും ആവർത്തിക്കപ്പെടാത്ത ഓർമ്മയാവുകയാണ് ഇനി മുതൽ. കുപ്രസിദ്ധമായ വട്ടപ്പാറ വളവ് NH-66-ലെ അപകട മേഖല അല്ലാതെയാകും. ഈ പ്രദേശത്തെക്കുറിച്ച് അറിവും പരിചയവുമില്ലാത്ത വാഹനങ്ങൾ ഒരുപക്ഷെ ഇനി ഇതുവഴി കടന്നു പോകില്ല. വളാഞ്ചേരി നഗരം വഴി പോകുന്ന ബസ്സുകളും മറ്റു വാഹനങ്ങളും മാത്രമാകും വട്ടപ്പാറ വളവിലൂടെ ഇനി സഞ്ചരിക്കുക. അതുകൊണ്ട് തന്നെ സ്ഥിരം അപകട മേഖല എന്ന കുപ്രസിദ്ധിയിൽ നിന്നും വട്ടപ്പാറ വളവ് മോചനം നേടും. വട്ടപ്പാറയ്ക്ക് മുൻപേ ആരംഭിക്കുന്ന പാലം വളാഞ്ചേരി നഗരം ഒഴിവാക്കി കടന്നു ചെല്ലുക പൈങ്കണ്ണൂർ ഭാഗത്തേക്കാണ്.
4 കിലോമീറ്ററിലധികം ദൂരം പാടങ്ങൾക്കും തോടുകൾക്കും മുകളിലൂടെ മേൽപ്പാലമായും ബൈപ്പാസായുമെല്ലാം പാത കടന്നുപോകും. വട്ടപ്പാറയ്ക്ക് അതിന്റെ കുപ്രസിദ്ധിയിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന ആശ്വാസമാണ് ഇവിടുത്തുകാർക്ക്. ഈ പ്രദേശത്തെ ജനങ്ങൾ വളരെ ആവേശത്തോടും വളരെ പ്രതീക്ഷയോടും സന്തോഷത്തോടും കൂടി കാത്തിരിക്കുകയാണ് ഇതിൻ്റെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട്. നമുക്കറിയാം, തൃശ്ശൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിൽ ഏറ്റവും കൂടുതൽ വാഹന അപകടം നടക്കുന്ന മേഖലയാണ് വട്ടപ്പാറ. എനിക്ക് തോന്നുന്നു ന്യൂസ് 8 ചാനൽ പലപ്പോഴും അപകടം നടന്ന സമയത്തും അതല്ലാതെയും അവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ തൃശ്ശൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിൽ ഏറ്റവും അധികം ട്രാഫിക് ജാമുള്ള സ്ഥലമാണ് വളാഞ്ചേരി ടൗൺ. അപ്പോൾ ഈ രണ്ട് പ്രശ്നത്തിനും ഒരു ശാശ്വത പരിഹാരം ഇതോടുകൂടി ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഒപ്പം മാറിവരുന്ന വികസനങ്ങളുടെ കാലാതിവർത്തിയായ അടയാളം കൂടിയാവുകയാണ് ഈ നിർമ്മാണം. ഒരു കാലത്ത് ഓരോ പ്രദേശങ്ങളെ അടയാളപ്പെടുത്തിയിരുന്ന പലതും മായ്ച്ചു കളഞ്ഞാണ് ദേശീയപാതയിലൂടെ വികസനം കടന്നുവരുന്നത്. അപ്പോൾ നമ്മുടെ ദേശപുരുഷാർത്ഥങ്ങൾ, നമ്മുടെ നാട്ടറിവ് നാനാർത്ഥങ്ങൾ, നമ്മുടെ നാട്ടുവഴികൾ, നമ്മുടെ നാട്ടഴകുകൾ, നാട്ട് സംസ്കാരം ഒക്കെ അസ്തമിക്കും. അതൊരു യുഗപരിവർത്തനമാണ്. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന പരമ്പരാഗതവും ചരിത്രപരവും പാരിസ്ഥിതികവും പ്രകൃതിദത്തവുമായ പല ഈടുവപ്പുകളും ഇല്ലാതാവും. ദേശീയപാത വികസനത്തെ അടയാളപ്പെടുത്തുന്ന കേരളത്തിലെ മാത്രമല്ല രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച ഒന്നായി വട്ടപ്പാറ വയഡക്റ്റ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഏറെ വൈകാതെ നിയന്ത്രണങ്ങളില്ലാതെ ഇതിലൂടെ സഞ്ചാരവും സാധ്യമാകും. മലകൾ തുരന്നും വെട്ടിമുറിച്ചും പുതുവഴികൾ തീർത്തും ദേശീയപാത വികസനം മിന്നൽ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. മെയ് അവസാനത്തോടെ ഈ മേഖലയിലൂടെ ഗതാഗതം അനുവദിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് പൂർത്തീകരിക്കേണ്ട പ്രവൃത്തികൾ അതിവേഗം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏറെ വൈകാതെ വട്ടപ്പാറ വയഡക്റ്റിലൂടെ പൊതുജനങ്ങൾക്ക് സഞ്ചരിക്കാനാകും. ദേശീയപാത 66 അപകടക്കെണിയായിരുന്ന വട്ടപ്പാറ വളവ് ഇനി മുതൽ സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ട ഇടമായി മാറും. ഒപ്പം വികസനത്തിൻ്റെ സാങ്കേതികവിദ്യയുടെ അടയാളപ്പെടുത്തലിൻ്റെ കേന്ദ്രം കൂടിയായി ഈ മേഖല മാറും. ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാലക്കാട് ഗുരുവായൂർ സംസ്ഥാന പാതയിലെ റോഡ് നവീകരണം പട്ടാമ്പി ടൗണിലേക്ക് കടക്കുന്നു. ഇതിന്റെ ഭാഗമായി വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ റോഡിന് ഇരുവശവും കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കും. കുടിവെള്ളം മുടങ്ങുന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം ഒരുക്കാനും നടപടി തുടങ്ങി. പട്ടാമ്പി നിള ആശുപത്രി മുതൽ ഷൊർണൂർ കുളപ്പുള്ളി IPT കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായാണ് അധികൃതർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. പട്ടാമ്പി ടൗണിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി കുടിവെള്ള പൈപ്പുകൾ മാറ്റി സ്ഥാപിച്ചു. നിലവിൽ റോഡിന് നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത്. പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകരുന്നത് നിത്യസംഭവമാണ്. റോഡ് നവീകരണം വരുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈനു പകരം റോഡിന് ഇരുവശത്തുകൂടെ പുതിയ പൈപ്പ് ലൈൻ ഇടും. ഇതോടെ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും. ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്താണ് നഗരസഭ ബദൽ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നത്. പട്ടാമ്പി നഗരസഭയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് സമഗ്ര കുടിവെള്ള പദ്ധതി എന്നുള്ളത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ്. ഇപ്പം നിള IPT റോഡിൻ്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് 2 സൈഡിലും പൈപ്പിടുന്ന പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. ഈ ഒരു ചെറിയൊരു ഇടവേള പരമാവധി ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വരും. ഏറെ തിരക്കുള്ള പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണ പ്രവൃത്തികൾ ആരംഭിക്കുമ്പോൾ രൂക്ഷമായ ഗതാഗത തടസ്സം നേരിടും. വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്. 85 കോടി രൂപ ചിലവിലാണ് റോഡ് നവീകരണം. ന്യൂസ് 18 പട്ടാമ്പി. കൊച്ചി കോർപ്പറേഷനിലെ മാലിന്യ നീക്കത്തിൽ അഴിമതി എന്ന ആരോപണവുമായി പ്രതിപക്ഷം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന്റെ പ്രവർത്തനം സംബന്ധിച്ച് കൃത്യമായ രേഖകൾ പോലും ഇല്ലെന്നും ഇവർ ആരോപിക്കുന്നു. അതേസമയം മാലിന്യ നീക്കത്തിലെ ലോറി വാടകയിൽ 1/2 കോടിയോളം രൂപയുടെ അധിക ചെലവ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി. ബ്രഹ്മപുരത്തെ മാലിന്യ നീക്കം സംബന്ധിച്ച കണക്കിലെ കളിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇത് സംബന്ധിച്ച് വ്യക്തമായി ഒരു രേഖകളില്ലെന്നും ഇവർ പറയുന്നു. മാലിന്യ നീക്കത്തിനുള്ള വാഹനങ്ങളിൽ GPS സംവിധാനം വേണമെന്ന സർക്കാർ നിർദ്ദേശവും കൊച്ചിൻ കോർപ്പറേഷൻ നടപ്പാക്കിയില്ല. പോയ വർഷം 2.04 കോടി രൂപയാണ് 5670 ലോഡ് മാലിന്യം ബ്രഹ്മപുരത്ത് എത്തിക്കുന്നതിന് വാടകയായി നൽകിയത്. ഇതിൽ 47.21 ലക്ഷം രൂപയുടെ അധിക ചെലവ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തി തടഞ്ഞു. കാരണം ബില്ല് വെക്കാതെ നൽകിയ പണം നഗരസഭയുടെ ഉദ്യോഗസ്ഥർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം അവർ അടക്കുമ്പോൾ അവർ തുറന്നു പറയും.
ആ 47 ലക്ഷം രൂപ കൊടുത്ത ഉദ്യോഗസ്ഥർ ബാധ്യസ്ഥരാകുമ്പോൾ അവർ സത്യം തുറന്നു പറയും. അവർക്ക് അത് കൊടുക്കേണ്ട ബാധ്യത തന്നെ ഉണ്ടാക്കേണ്ടി വരും. അല്ലാതെ മേയർ പറഞ്ഞതുപോലെ ഇത് നഗരസഭയുടെ കൌൺസിൽ കൂടി ഒരു കാലത്തും റാക്ടിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം കള്ള ബില്ലുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബ്രഹ്മപുരം നഗരസഭയുടെ ഭരണാധികാരികൾക്ക് പൊന്മുട്ടിയിടുന്ന താറാവായി തന്നെയാണ് ഇപ്പോഴും നിലനിന്ന് പോകുന്നത്. മാലിന്യം നീക്കാൻ ഒരു ലോഡിന് 3640 രൂപ നിരക്കിലാണ് കരാർ നൽകിയിരിക്കുന്നത്. കൃത്യമായ ടെൻഡർ നടപടികൾ സ്വീകരിക്കാത്തതുമൂലമാണ് ഓഡിറ്റ് വിഭാഗത്തിന്റെ ഇടപെടൽ. രാത്രി നീക്കം ചെയ്ത മാലിന്യത്തിന്റെ കൃത്യമായ കണക്കുകളോ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ രേഖപ്പെടുത്തലോ ഇല്ല. ഇതുമൂലം 1297 ലോഡുകളുടെ നീക്കത്തിന് നൽകിയ തുകയാണ് ഓഡിറ്റ് വിഭാഗം തടഞ്ഞത്. ന്യൂസ് 18 കൊച്ചി. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ആശ്രയമായിരുന്ന ഒരു കുളമുണ്ട് തിരുവനന്തപുരം ബാലരാമപുരത്ത്. വേനൽക്കാലത്ത് പോലും നല്ലൊരു ശതമാനം ജനങ്ങളുടെയും ജലസ്രോതസ്സായിരുന്നു ഈ കുളം. എന്നാൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഈ കുളം വർഷങ്ങളായി കാട് കയറി നശിച്ചു കിടക്കുകയാണ്. നെയ്ത്തുതൊഴിലാളികളുടെ ഏക ആശ്രയമായിരുന്ന കുളമാണ് വർഷങ്ങളായി കാടുകയറി നശിച്ചു കിടക്കുന്നത്. ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിലെ പുന്നക്കാട് വാർഡിലാണ് കുളം സ്ഥിതി ചെയ്യുന്നത്. ഈ കുളം പ്രദേശവാസികളുടെ മാത്രമല്ല, വേനൽക്കാലത്ത് ഗ്രാമപഞ്ചായത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളുടെയും ജലസ്രോതസ്സായിരുന്നു. എന്നാൽ അധികൃതരുടെ മൗനം കാരണം കുളം ശോചനീയാവസ്ഥയിലായിട്ട് വർഷങ്ങളായി. ഒരു വർഷം മുമ്പ് നേമം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 7 ലക്ഷം രൂപ ചിലവഴിച്ച് ചില പുനരുദ്ധാരണങ്ങൾ ഇവിടെ നടത്തിയിരുന്നു. എന്നാൽ അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ കാരണം കുളം വീണ്ടും ശോചനീയാവസ്ഥയിലായി. ഈ കൈത്തറി തൊഴിലാളികളെല്ലാവരും ഈ നെയ്ത്ത് കഴിഞ്ഞാൽ വന്ന് വസ്ത്രം അലക്കുകയും കുളിക്കുകയും അതുപോലെ തന്നെ ഈ നമ്മുടെ തലയേലായിലേക്ക് കാർഷിക ആവശ്യത്തിനും ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. അതിനെ നമ്മൾ ഈ ബണ്ടെല്ലാം കെട്ടിയിട്ട് നല്ല രീതിയിൽ ബണ്ടെല്ലാം പുനർനിർമ്മിച്ച് നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഈ കുളം ഒരിക്കലും നശിക്കാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ജലസംഭരണിയായ ഈ കുളം അടിയന്തരമായി നവീകരിച്ച് നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ബാലരാമപുരം. പത്തനംതിട്ട കുളനടയിൽ മണ്ണെടുപ്പിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. കഴിഞ്ഞ ആഴ്ച അതിഥി തൊഴിലാളി മണ്ണുമാന്തി യന്ത്രം മറിഞ്ഞു മരിച്ചതിന് പിന്നാലെയാണ് പ്രദേശവാസികൾ കുടിലുകെട്ടി സമരം ശക്തമാക്കിയിരിക്കുന്നത്. ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളുള്ള മേഖലയിൽ നിന്നും കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിനെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. 400ഓളം പട്ടികജാതി കുടുംബങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നതിലൂടെ ഇല്ലാതാകുന്നത്. സമരം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുന്ന സമരം എന്ന് പറയുന്നത് ഇന്ന് 23ാമത്തെ ദിവസം എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള എല്ലാ സമുദായങ്ങളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒന്നടങ്കി നാട്ടുകാർ ഒരുമിച്ചുള്ള ഒരു സമരമാണ്. ഇതിനകത്ത് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ പിന്തുണ പുറത്തുനിന്നുണ്ട്. ഇവിടെ ഇല്ലാത്ത ആൾക്കാരുടെ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. നമ്മൾ വളരെ നന്നായിട്ട് ഈ സമരം പോകുന്നുണ്ട്. ഇതിൻ്റെ നിയമപരമായിട്ട് ഇതിനെ എതിർക്കുന്നതും എക്സിക്യൂഷൻ, അതായത് കളക്ടർ, RD, റവന്യൂ വകുപ്പിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പരാതികൾ, അതുപോലെ ഈ സമരം, ഇതെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നുമില്ലാതെ മണ്ണെടുക്കുന്നതിനിടയിൽ കഴിഞ്ഞ ദിവസം ഇതര സംസ്ഥാന തൊഴിലാളി മണ്ണുമാന്തി യന്ത്രത്തിനടിയിൽപ്പെട്ട് മരിച്ചു. ഇതോടെയാണ് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചത്. മണ്ണെടുപ്പ് തടയാനെത്തിയ സമരക്കാരെ മണ്ണ് മാഫിയ മർദ്ദിച്ചതായും പരാതിയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ മണ്ണെടുപ്പിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥലത്തുനിന്ന് ഒരു ഹിറ്റാച്ചി താഴെ വീഴുകയും അതിഥി തൊഴിലാളി മരണമടയുകയും ചെയ്ത സംഭവം ഉണ്ടായി. വലിയ ജനകീയ പ്രതിഷേധത്തോടെ ഞങ്ങൾ അവിടെ സംഘടിതമായി എത്തുകയും മണൽ എടുപ്പ് നിർത്തിവെക്കുകയും ചെയ്തു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാതൃഭൂമിയുടെ റിപ്പോർട്ടർ രാജേഷ് കുമാർ, പത്തനംതിട്ട റിപ്പോർട്ടർ രാജേഷ് കുമാർ എത്തുകയും ഞങ്ങളെ അവിടെ ഈ സ്ഥലവും ഈ കാര്യങ്ങളും വിശദീകരിക്കാൻ ക്ഷണിച്ചു. പക്ഷേ ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ ഉടമ ഗുണ്ടാ സംഘത്തോടുകൂടി ഞങ്ങളെ ആക്രമിക്കുകയും ഞങ്ങളെ അടിക്കുകയും ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതാണ് പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത്. മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ജിയോളജി വകുപ്പിന്റെ അടൂർ ഓഫീസിലേക്ക് നാട്ടുകാർ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചിട്ടും വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ന്യൂസ് 18 പത്തനംതിട്ട. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവാവിന് മദ്യം നൽകി സ്വർണമാലയും പണവും കവർന്ന കേസിൽ 2 പേർ അറസ്റ്റിൽ. കീഴാറ്റിങ്ങൽ തിനവിള സ്വദേശി രാജു, ചിറയൻകീഴ മേൽക്കടയ്ക്കാവൂർ സ്വദേശി പ്രദീപ് എന്നിവരാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, എന്തൊക്കെയാണ് പോലീസ് പറയുന്നത്? അശ്വതി, കടയ്ക്കാവൂർ സ്വദേശിയായ യുവാവിനെ തിനവിള എന്ന സ്ഥലത്തു നിന്നുമാണ് ഈ 2 പ്രതികൾ ആറ്റിങ്ങലിലേക്ക് എത്തിച്ചത്. ഇവർ ബാറിൽ നിന്ന് ഇയാളുമായി മദ്യപിച്ചു. അമിതമായി മദ്യം നൽകി അബോധാവസ്ഥയിലായ ശേഷമാണ് ഇയാളെ ഇവർ ആക്രമിക്കുന്നത്. ഇതിൽ 1ാം പ്രതിയായ രാജു
സ്റ്റേഷനുകളായി നിരവധി കേസുകളിലെ ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയാണ് ഇവർ. ഈ രണ്ടുപേരും കൂടി ഈ രണ്ട് പ്രതികളും കൂടി ആറ്റിങ്ങൽ സ്വകാര്യ ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ആളൊഴിഞ്ഞ ഭാഗത്ത് ഈ കടയ്ക്കാവൂർ സ്വദേശിയായ യുവാവിനെ എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ച് ക്രൂരമായി ഇയാളെ മർദ്ദിച്ച ശേഷം ഇയാളെ പക്കൽ നിന്നും 3 പവൻ തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയും 25,000 രൂപയും കൈക്കലാക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കടന്നു കളഞ്ഞു. അതിനുശേഷം നാട്ടുകാർ ഇടപെട്ടാണ് ഇയാളെ ആശുപത്രിയിൽ എത്തിച്ചു. ബോധം വീണ ശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ഈ കേസ് നൽകുകയുമായിരുന്നു. തുടർന്ന് വ്യാപകമായി പോലീസ് അന്വേഷണം നടത്തി ഇത്തരത്തിൽ ഒരു കൃത്യം ചെയ്ത ആരാണെന്ന് സംബന്ധിച്ച്. തുടർന്നാണ് ഈ രാജു എന്നയാളിനെ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ സമയം രാജു ഇവിടെ നിന്നും മുങ്ങിയിരുന്നു. ഇയാളെ ഏറെ അന്വേഷിച്ച ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഈ പ്രദീപ് എന്ന വ്യക്തിയെ കഠിനംകുളത്ത് നിന്നും മറ്റേയാളെ രാജു എന്ന 1ാം പ്രതിയെ തൃശ്ശൂരിൽ നിന്നുമാണ് കസ്റ്റഡിയിലെടുത്തത്. അശ്വതി. ശരി അഭിലാഷ്. അട്ടപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ വയോധികൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. മരണത്തിനിടയാക്കിയത് നെഞ്ചിനും തലയ്ക്കുമേറ്റ ക്ഷതം എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വാരിയെല്ലുകളെല്ലാം ഒടിഞ്ഞ നിലയിലായിരുന്നു. മരിച്ച കാളിയുടെ മൃതദേഹം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം വൈകിട്ട് നടക്കും. അതേസമയം വയനാട്ടിൽ വയോധികന്റെ ജീവനെടുത്ത കാട്ടാനയെ പിടികൂടാനാകാതെ വനംവകുപ്പ്. കുങ്കിയാനകളെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഇന്നും തുടരുകയാണ്. 2 പ്രസവിച്ച ഒരമ്മയ്ക്ക് കിക്ക് ബോക്സിംഗിൽ 22-കാരിയെ ഇടിച്ച് ചാമ്പ്യനാകാൻ കഴിയുമോ? കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് കോട്ടയം കൂടല്ലൂർ സർക്കാർ ആരോഗ്യ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ CK അനു. 3 വർഷത്തെ മാത്രം പരിശീലനത്തിലൂടെയാണ് ഈ 35-കാരി 2 ഗോൾഡ് മെഡൽ നേടിയത്. കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും ഒക്കെ മറുപടിയാണ് ഡോക്ടർ അനുവിന്റെ 2 ഗോൾഡ് മെഡൽ. അതും മണിപ്പൂരുകാരിയായ ഇന്റർനാഷണൽ താരത്തെ ഇടിക്കൂട്ടിൽ തറപറ്റിച്ച ശേഷം. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസ് അക്രമിയുടെ കുത്തേറ്റ് മരിച്ച സംഭവമാണ് അനുവിനെ കിക്ക് ബോക്സിംഗിലേക്ക് നയിച്ചത്. KGMOയുടെ ഭാഗമായി ഡോക്ടർമാർക്ക് പരിശീലനം സംഘടിപ്പിച്ചെങ്കിലും അനു അത് തുടർന്നു. ഇന്ന് ദേശീയ ചാമ്പ്യനുമായി. നല്ലൊരു ഓപ്പണന്റ് ആയിരുന്നു. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ഫൈറ്റ് ചെയ്ത് തോറ്റു പോന്നാലും ഞാൻ വളരെ ഹാപ്പിയായിരുന്നു. നല്ലൊരു ഒപ്പോണന്റുമായിട്ട്, റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒപ്പോണന്റുമായിട്ട് ഫൈറ്റ് ചെയ്യാനൊരു അവസരം എനിക്ക് കിട്ടി. അപ്പം പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ടും സമയത്തിന്റെ ഗുണം കൊണ്ടും ഗുരുവിന്റെ ഗുണം കൊണ്ടും നമുക്കത് ഗോൾഡ് കിട്ടി. 2 മക്കളെ സിസേറിയനിലൂടെ പുറത്തെടുത്ത കാലം മുതൽ പലതരം ശാരീരിക ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം അതിജീവിക്കാൻ കിക്ക് ബോക്സിംഗ് വഴി സാധിച്ചെന്ന് അനു സാക്ഷ്യപ്പെടുത്തുന്നു. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നു. നടുവേദനയുണ്ട്, തുടർച്ചയായ ഇഞ്ചക്ഷൻസ്, ഗർഭത്തിനോടനുബന്ധിച്ചുള്ള ഇഞ്ചക്ഷൻസ് എല്ലാം എടുത്തെടുത്ത് എൻ്റെ ഒരു കാല് പൊങ്ങത്തില്ലായിരുന്നു. അപ്പോൾ അത്രയും വലിയ ഒരു ബുദ്ധിമുട്ടിൽ ഇങ്ങനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എന്നേക്കാളേറെ എൻ്റെ കുടുംബത്തിനായിരുന്നു ആശങ്കകൾ വളരെയേറെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വരുന്നിടത്ത് വെച്ച് കാണാം, പിന്നെ നല്ലൊരു കൈകളിലാണ് എത്തിയിരിക്കുന്നതെന്ന് തോന്നി. അപ്പം അങ്ങനെ എത്തിയപ്പോൾ ആ ഒരു രീതിയിലെ ആശങ്കകൾ പതുക്കെ ഒന്നൊന്നായിട്ട് മാറിപ്പോയി എന്ന് വേണം പറയാൻ. ആരോഗ്യമന്ത്രി വീണ ജോർജ് അനുവിനെ വിളിച്ച് അഭിനന്ദിച്ചു. സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന വലിയ കയ്യടി വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഒരിക്കലും എത്തിപ്പെടുമെന്നോ ഒരിക്കലും ചിന്തിച്ചിട്ടോ പോലും ഇല്ലാത്ത, ഞാനൊക്കെ ഒരു പഠിപ്പിച്ചായിട്ട് ഒബ്വിയസ്ലി അറിയാം, പഠിപ്പിച്ചായിട്ട് ജീവിച്ച ഒരാളാണ്. അപ്പോൾ അങ്ങനെയൊന്നും എത്തിപ്പെടുമെന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡിൽ അത് നല്ലൊരു രീതിയിൽ എത്താൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഇത്രയും സന്തോഷമുണ്ട്. ഭർത്താവ് ജിഷ്ണുവും മക്കളായ ആദിശേഷനും ബാനി ദ്രൗപദിയുമെല്ലാം അനുവിന് പിന്തുണയുമായുണ്ട്. പരിശീലകനായ സന്തോഷ് കുമാറാണ് നേട്ടത്തിന്റെ യഥാർത്ഥ കാരണക്കാരനെന്നാണ് അനുവിന്റെ അഭിപ്രായം. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കണ്ണിൽ മോഹം ഉണർത്തുന്ന അനേകായിരം പൂക്കളുടെ ഒരു ഉദ്യാനം കാണാം. ഇനി എടപ്പാൾ സ്വദേശി മോഹിനി കൃഷ്ണന്റെ വീട്ടിലാണ് പൂക്കളുടെ വസന്തം ഒരുക്കിയിരിക്കുന്നത്. പൂക്കളുടെ സുഗന്ധവും വർണ്ണ കാഴ്ചയും ഒരുക്കിയാണ് വീട്ടിലേക്ക് കടന്നുവരുന്ന അതിഥികളെ മോഹിനി കൃഷ്ണൻ വരവേൽക്കുന്നത്. അപൂർവമായ ഒട്ടനേകം ഇനങ്ങൾ പൂത്തു നിൽക്കുന്നുണ്ട് ഇവിടെ. ിലധികം വരുന്ന ഓർക്കിഡ് ഇനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. വിൽപ്പനയ്ക്കപ്പുറം വിനോദത്തിനായാണ് ഈ വീട്ടമ്മ ഇവയെ പരിപാലിക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കാണുമ്പോൾ വായിക്കും. അതിൽ ടിസ്റ്റ് അല്ലെങ്കിൽ കിങ് സൈസുള്ള ഫ്ലവറുകളാണ് കൂടുതൽ താല്പര്യം.
ഒരേ വളങ്ങൾ കൊടുക്കാറില്ല, പല വളങ്ങളും ഓരോരോ ടൈമിൽ പല വളങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം ഒന്നിലില്ലാത്ത ഒരു ഡെഫിഷ്യൻസി മറ്റൊന്നിൽ കൂടെ അത് ശരിയാക്കി എടുക്കണം എന്നുള്ളൊരു ഇതാണ് അതിൻ്റെ ഒരു വളപ്രയോഗം. ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് വളം കൊടുക്കും. വിത്തുകളുടെ ശേഖരണവും വിപണനവും ഓൺലൈൻ വഴിയാണ് നടത്തുന്നത്. വീട്ടുമുറ്റത്തെ ചെറിയ പ്ലാസ്റ്റിക് പാത്രങ്ങളിലാണ് ചെടികൾ വളർത്തുന്നത്. പൂക്കൾ തേടി വരുന്നവർക്ക് സ്വന്തം വീടുകളിൽ ചെറിയ ഉദ്യാനം തീർക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും ഈ ഉദ്യാനപാലക നൽകുന്നുണ്ട്. ന്യൂസ് 18 തിരൂർ. ടേക്ക് എ ബ്രേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ നിർമ്മാണവും നടത്തിപ്പും എല്ലായിടത്തും ഉണ്ടെങ്കിലും പള്ളിവാസൽ പഞ്ചായത്തിന്റെ ഈ പദ്ധതി കുറച്ചു വ്യത്യസ്തമാണ്. ആളുകളെ കൂടുതൽ ആകർഷിക്കുന്ന വിധത്തിൽ വ്യത്യസ്ത രൂപത്തിലാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കുന്നത്. KSRTCയുടെയും ലോ ഫ്ലോർ ബസിന്റെയും ട്രെയിനിന്റെയും ഒക്കെ മാതൃകയിൽ ഏറെ ആകർഷണീയമായാണ് പദ്ധതി പൂർത്തിയാക്കുന്നത്. വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുടെ പുതിയ രൂപമാണ് സംസ്ഥാനത്ത് ത്രിതല പഞ്ചായത്തുകൾ നടപ്പാക്കി വരുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന പുതിയ പദ്ധതി. ജില്ലയിലുടനീളം ഇതുവഴി വിശ്രമ കേന്ദ്രങ്ങൾ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ തുറന്നുകൊടുത്താൽ അധികം വൈകാതെ മാലിന്യങ്ങൾ നിറയുന്നതും പതിവാണ്. ഇതിനൊക്കെ പരിഹാരമായാണ് പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്തമായ രീതിയിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കുന്നത്. വ്യത്യസ്ത മാതൃകയിലുള്ള ഈ വിശ്രമ കേന്ദ്രങ്ങൾ മൂന്നാറിലേക്ക് എത്തുന്ന സന്ദർശകർക്ക് ഏറെ കൗതുകം തോന്നുന്ന വിധമാണ് നിർമ്മിച്ചിട്ടുള്ളത്. ചിലതെല്ലാം ഇതിനോടകം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. മറ്റു ചിലതിന്റെ നിർമ്മാണം നടന്നു വരികയുമാണ്. നമ്മുടെ തനത് വരുമാനത്തിലും ഇത് വലിയ സംഭാവന നൽകുന്നുണ്ട് ഈ ടേക്ക് എ ബ്രേക്ക്. ടൂറിസ്റ്റുകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യം ലഭിക്കുന്ന നിലയിൽ ആ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി, വികസനം ഉണ്ടാക്കാൻ വേണ്ടി ഇതുമൂലം കഴിഞ്ഞിട്ടുണ്ട്. സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനോടൊപ്പം പഞ്ചായത്തിന് നല്ലൊരു വരുമാന മാർഗവുമായാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതി മാറിയിട്ടുള്ളത്. ഏപ്രിൽ 8 മുതൽ 13 വരെ നടന്ന നാഷണൽ കോൺക്ലേവിൽ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച മാതൃകയിലുള്ള ടേക്ക് എ ബ്രേക്ക് പദ്ധതി നടപ്പാക്കിയ പഞ്ചായത്ത് എന്ന നിലയിൽ അംഗീകാരം ലഭിച്ചതായും പള്ളിവാസൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ പറഞ്ഞു. KSRTC ലോ ഫ്ലോർ ബസിന്റെയും ട്രെയിനിന്റെയും ലൈറ്റ് ഹൌസിന്റെയും കോട്ടയുടെയും ഒക്കെ മാതൃകയിലാണ് നിർമ്മാണം നടക്കുന്നത്. പഞ്ചായത്തിന്റെ വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാനും സമ്പൂർണ്ണ ശുചിത്വം നിലനിർത്തുവാനുമാണ് പഞ്ചായത്ത് ഭരണസമിതി ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. സകലമാന കേരളം പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.